ഹലോ, എല്ലാവർക്കും സുഖമാണല്ലേ? നമ്മൾ ഇന്ന് വ്ളോഗൊന്നുമല്ല കേട്ടോ. ഇന്ന് ഞാൻ കഴിഞ്ഞ കുറച്ച് വീഡിയോസിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടായിരുന്നു, ഒരു കീ ലൈം പൈ. അത് നിങ്ങൾ കണ്ടല്ലോ അല്ലേ, അതിൻ്റെ ഷേപ്പും മോഡലും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുപോലത്തെ ഒരു സംഭവമാണ് മാംഗോ പൈ. അപ്പം അത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാധനമാണ് കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മാർക്കറ്റിൽ പോയി 1-2 സാധനങ്ങൾ വാങ്ങിക്കേണ്ടിയുണ്ട്. അതൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് മാംഗോ പൈ. അപ്പോൾ നമ്മളത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ കാണിച്ചു തരാമേ. അപ്പോൾ ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം, ആ ബെല്ലേക്കണം എനേബിൾ ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോവാം. അപ്പം ഇതിന് വേണ്ട കാര്യങ്ങളാണ് ഈ എടുത്ത് വച്ചേക്കുന്നത്. അപ്പോൾ ആദ്യം വേണ്ട സാധനമാണ് ഈ ഗ്രാം ക്രാക്കർ ക്രസ്റ്റ് എന്ന് പറയുന്നൊരു സാധനം. ഞാൻ പറഞ്ഞ മാംഗോ പൈയുടെ ഷേപ്പ് ഏകദേശം ഇതുപോലെ ഇരിക്കും കേട്ടോ. ഈ താഴെ നിങ്ങൾ കണ്ടതാണ്ട് ഇങ്ങനെ വരുന്നത്, അതാണ് ഈ സാധനം. ഇതിനകത്തൊരു ബിസ്ക്കറ്റ് പോലത്തെ ഒരു സാധനം അതിനകത്ത് ഇരിക്കുന്നത്, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. എന്നിട്ട് താഴെ കണ്ടില്ലേ? അപ്പം ഇത് ഒരു സാധനമാണ് ഗ്രാം ക്രാക്കർ ക്രസ്റ്റ് എന്നതിന് പറയുന്നത്. വേറെ ക്രീം ചീസാണ് ഉണ്ട്. അത് ഇവിടെ കിട്ടുന്ന ബ്രാൻഡ് ഇതാണ്, നിങ്ങൾക്ക് അവിടെ ഏത് കിട്ടുമെന്ന് അറിയത്തില്ല. ഇതെൻ്റെ കൂൾ വിപ്പാണ്. ഇതെനിക്ക് തോന്നുന്നു അവിടെ നാട്ടിലെല്ലാം കിട്ടുന്ന സാധനമാണ്. ഈ കൂൾ വിപ്പും ഈ ക്രീം ചീസൊക്കെ അവിടെ കിട്ടുന്ന സാധനമാണ്. ഇത് ഒരുപക്ഷെ ചിലത് കിട്ടുമായിരിക്കാം, ഞാൻ കണ്ടിട്ടില്ല. ഇത് ഓറഞ്ച് യെല്ലോ ആണ് കേട്ടോ. ഓറഞ്ച്, ഇത് പല ഫ്ലേവറുണ്ട്. നമ്മൾ എടുത്തേക്കുന്ന ഓറഞ്ച് യെല്ലോ ആണ് ഇത്. പിന്നെ അതുകൊണ്ട് വേറൊരു സാധനം ഇരിക്കുന്നത് മാംഗോ പൾപ്പാണ്. എനിക്കൊന്ന് അത് പല വലിയ മാർക്കറ്റുകളിലൊക്കെ കിട്ടുന്ന ചാൻസ് ഉണ്ട് ഈ മാംഗോ പൾപ്പ്. പിന്നെ വേണ്ട തിളച്ച വെള്ളമാണ്. അപ്പം നമ്മൾ ഹോട്ട് വാട്ടർ കെറ്റിലിനകത്ത് ഇച്ചിരി ചൂടാക്കി വെച്ചിട്ടുണ്ട് വെള്ളമേ. അപ്പോൾ നല്ല ചൂടുവെള്ളവും ഇതിന് വേണം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഏകദേശം വേണ്ടത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാമേ. നമ്മൾ എടുത്തേക്കുന്നത് ഒരു 170 ഗ്രാമിൻ്റെ ആണ് കേട്ടോ. അങ്ങനെ 2 എണ്ണമാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഏകദേശം ഒരു 340, 350 ഗ്രാമിനകത്ത് വരുന്നത്. അങ്ങനെ 2 എണ്ണം എടുത്തേക്കുന്നത്. ഈ ജെല്ലോ, ഓറഞ്ച് ജെല്ലോ എടുത്തേക്കുന്നത്. ഇതാണ് ഈ ഓറഞ്ച് ജെല്ലോ പൗഡറായത്. അപ്പോൾ നമ്മൾ ഈ ജെല്ലോയ്ക്കകത്ത് ഒരു 3 കപ്പ് വെള്ളം, ചൂടുവെള്ളം, ഞാൻ പറഞ്ഞില്ലായിരുന്നു ഹോട്ട് വാട്ടർ എടുത്ത് നോക്കണമെന്ന്. അപ്പോൾ ഒരു 3 കപ്പ് ചൂടുവെള്ളം നമ്മളെടുത്ത് ഒഴിച്ചു കൊടുത്തേ. 3 കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു 3/4 ലിറ്റർ കാണും. അപ്പോൾ 3/4 ലിറ്റർ വെള്ളം അതിനകത്തോട്ട് കൃത്യം നമ്മൾ ഒഴിച്ചു കൊടുത്തേ. അതെ, 3ാമത്തെ കപ്പ്. ആദ്യം ഒഴിച്ച 2 കപ്പ് ഒന്നിച്ചാണ്. ഇനി നമ്മൾ ബീറ്റർ എടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുവേ. ഇപ്പം എല്ലാവരുടെ വീട്ടിൽ ബീറ്റർ കാണത്തില്ല. ബീറ്റർ ഇല്ലെങ്കിലും സ്പൂൺ വെച്ച് നിങ്ങൾ ഇളക്കി എടുത്താലും മതി കേട്ടോ. ഈ താഴെ പൊടി പോലെ കിടക്കുന്നുണ്ടോ നിങ്ങൾ? ഈ പൊടി മൊത്തവും അലിയണം കേട്ടോ. നല്ലവണ്ണം അലിയുന്ന രീതിക്ക് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കണം. അതുകൊണ്ടാണ് ഈ ബീറ്റർ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫുള്ള് അടിച്ചെടുത്തിട്ടുണ്ട്. മൊത്തം നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. നമ്മൾ ഈ ക്രീം ചീസ് എടുത്തേക്കുന്നത് ഏകദേശം ഒരു 1/4 കിലോ തൂക്കമാണ് കേട്ടോ. ഇതാണ് ഒരു കട്ട ക്രീം ചീസ്. നമ്മളിത് പീസാക്കി ഇട്ട് ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കുമേ. പീസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചെറിയ പീസാക്കുന്നത്. ക്രീം ചീസാണിത്. നമ്മൾ 8 പീസാക്കിയിട്ടുണ്ട്. ഈ പീസെല്ലാം എടുത്ത് അതിനകത്തോട്ടിടുക. ഇങ്ങനെ ഓരോ പീസും നമ്മൾ അതിനകത്തോട്ട് ഇടുവാണ്. ഇത് ഞാൻ പറഞ്ഞ പോലെ നമുക്കൊന്ന് എളുപ്പത്തിൽ ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പീസ് ചെയ്തിടുന്നത്. അപ്പോൾ ഇത് മൊത്തത്തിൽ ഒന്നും നമ്മൾ ബീറ്റ് ചെയ്യുവാണേ. അപ്പോൾ നമ്മൾ ഏകദേശം നല്ലോണം ബീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളത് ആഡ് ചെയ്തത് മേളിൽ കാണാൻ പറ്റും കണ്ടോ. ഈ ബബിൾസൊക്കെ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യണം കേട്ടോ. ഈ ബബിൾസിനകത്ത് ആവശ്യമില്ല. അടുത്ത് നമ്മൾ ആഡ് ചെയ്യുന്നതുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ കാണിച്ചില്ലേ, മാംഗോ പൾപ്പ്. ഇത് ഏകദേശം ഒരു 850 ഗ്രാം ഉണ്ട്. ഇവിടെ ഔൺസാണ്.
അപ്പം പിന്നെ അടുത്ത് ഇതാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. കണ്ട് ഇതാ മാംഗോ പൾപ്പ്. മാംഗോ പൾപ്പ് നമ്മൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പം ഇത് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുവാണേ. അപ്പോൾ അടുത്ത് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് കൂൾ വിപ്പാണ്. ഇത് ഏകദേശം ഒരു 226 എന്ന് പറഞ്ഞാൽ 1 കിലോയ്ക്ക് അടുത്തുണ്ട്, 226 ഗ്രാമുണ്ട്. അപ്പോൾ ഇതാണ് അടുത്ത് ആഡ് ചെയ്യുന്നത്. രണ്ട് വിപ്പ് ക്രീമാണ്. അപ്പം ഇനി ഇത് ആഡ് ചെയ്യുവാണ്. അപ്പം നമ്മൾ ഇത് വിട്ടിട്ട് അങ്ങ് ബീറ്റ് ചെയ്യുമേ. ഓരോന്നിട്ട് ഓരോ സ്റ്റെപ്പായിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ കട്ടകളെല്ലാം നല്ലവണ്ണം ബീറ്റ് ചെയ്ത് നല്ല സ്മൂത്തായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനകത്തോട്ട് അത് ഒഴിച്ചു വെക്കാമെന്നാണ്. അപ്പം ഇത് കവറൊക്കെ ഉണ്ട്. ഇത് കവർ എടുത്തതാണ്. ഇതിൻ്റെ പേരാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രാം ക്രാക്കർ ക്രസ്റ്റ് എന്നാണ് പറയുന്നത്. ആക്ച്വലി ക്രാക്കർ എന്ന് പറയുന്നത് ഒരു ബിസ്ക്കറ്റ് പോലൊരു സാധനമാണ്. ഇതെനിക്കൊന്നും എല്ലായിടത്തും കിട്ടും. നമുക്ക് ഈ സാധനം വീട്ടിൽ തന്നെ ഒരു പ്ലേറ്റിനകത്ത് ഇതുപോലെ ചെയ്തെടുക്കാനും എളുപ്പമാണ്. അപ്പം ഇത് കടയിൽ തന്നെ കിട്ടും. ഈ സാധനം വാങ്ങിച്ച് നമ്മൾ ഇത് നല്ലോണം പൊടിച്ചിട്ട് പിന്നെ ഇച്ചിരി പഞ്ചസാരയും ബട്ടറും ചേർത്ത് ഈ ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഈ ഒരു ഷേപ്പിലാക്കി എടുത്താൽ മതി. ഇതിപ്പം പെർഫെക്റ്റായിട്ട് വരണമെന്നില്ല. ഇപ്പോൾ വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ പെർഫെക്റ്റായിട്ട് വരണമെന്നില്ല. എന്നാലും ഈ ഒരു മോഡൽ ചെയ്തെടുക്കുവാണെങ്കിൽ നമുക്ക് അതുപോലെ ഉണ്ടാക്കാൻ എളുപ്പമാണ്. ഇതിപ്പം കടയിൽ വാങ്ങിക്കാൻ കിട്ടിയില്ലെങ്കിൽ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് ഒഴിക്കാൻ പോവാണേ. അപ്പോൾ നമ്മളിതെല്ലാം ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇതിപ്പം ഒന്ന് അടച്ച് നമ്മൾ ഫ്രിഡ്ജിനകത്തോട്ട് വെക്കാൻ പോകണം. നല്ല ഫ്രീസറിൽ കൊണ്ട് വെച്ചിട്ട് അത് നല്ല കട്ടിയായിട്ട് എടുക്കണം. അപ്പോൾ ഇനിയിപ്പോൾ ഇന്നൊരു ദിവസം ഇരുന്നിട്ട് നാളെ നമുക്കിതെടുത്ത് ടേസ്റ്റ് നോക്കാമേ. അപ്പോൾ നമ്മളിതിപ്പോൾ അടച്ചു വെച്ചേ. അപ്പം നമ്മൾ ഒരു ദിവസം ഇത് ഫ്രിഡ്ജിൽ വെച്ച് നല്ലവണ്ണം അത് പാകത്തിനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ആക്ച്വലി ഫ്രീസ് ചെയ്തെടുക്കത്തില്ല. ചെറിയ ഒരു ഇതും കാണും അതിനകത്ത്. അപ്പം ഇന്ന് കട്ട് ചെയ്ത് ചെറിയൊരു സോസിനകത്തോട്ട് മാറ്റുവാണേ. നമ്മുടെ നാട്ടിലെ വട്ടയപ്പമൊക്കെ മുറിക്കുന്ന പോലെ. അപ്പോൾ അത് നമ്മൾ ഒരു പീസ് കട്ട് ചെയ്ത് ചെറിയൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതാണ് മാംഗോ പൈ. ടേസ്റ്റ് ചെയ്ത് നോക്കാമേ. അതിനകത്ത് എന്തുവാ നമുക്ക് രുചി തോന്നുന്നത് ഞാൻ പറയാമേ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്.
ഇതിനെ എങ്ങനെ ഉപമിച്ച് പറയണമെന്ന് എനിക്കറിയത്തില്ല. കേക്കായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ ഒക്കത്തില്ല. മാംഗോ പൈ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലില്ലാത്ത ഒരു സംഭവമാണ് ഈ മാംഗോ പൈ എന്ന് പറയുന്നത്. ഈ പൈ ഡെസേർട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല അവിടെ ഉണ്ടെന്ന്. ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ ഈ ജെല്ലി ക്യാൻഡിയൊക്കെ കഴിക്കുന്ന പോലെ, ജെല്ലി സ്വീറ്റൊക്കെ കഴിക്കുന്ന പോലെയാണ്. അതാണ്ടില്ലേ, ജെല്ലി സ്വീറ്റൊക്കെ നമുക്ക് നാട്ടിൽ കിട്ടുന്ന സാധനമാണ്. ഏകദേശം അത് കഴിക്കുന്ന പോലെയൊക്കെ തന്നെയാണ്. പക്ഷേ മാംഗോയുടേതായിട്ടുള്ള പ്രത്യേക ടേസ്റ്റും ഒക്കെയാണ് ഇതിന്. നിങ്ങൾക്കിത് ഈ സാധനങ്ങൾ അവിടെ കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടും. അല്ലെങ്കിൽ ഗസ്റ്റ് വരുവാണെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാനും പറ്റും. അപ്പം അങ്ങനത്തെ ഒരു ഡെസേർട്ടാണിത്. ആഹാരമൊക്കെ കഴിച്ചിട്ട് അതിന് ശേഷം നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾക്ക് ഈ ഒരു സംഭവം ഉപയോഗിക്കാം. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ കാഴ്ചകൾ. അപ്പം ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തുടർന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പം എല്ലാവരും കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ.